ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലോങ് വീഡിയോസ് ലാസ്റ്റ് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബുദാബിയിൽ നാട്ടിലേക്ക് വരുന്ന വീഡിയോൻ്റെ പകുതി വെച്ച് നിർത്തിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തു. ഗ്യാപ്പ് എടുത്തതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കുറച്ച് അലച്ചിലും യാത്രകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാതിരുന്നത്. അപ്പം ഇനി കറക്റ്റായിട്ട് നമ്മളൊരു കണ്ടിന്യൂസിലായി ഇട്ട് പോകാൻ നമ്മുടെ ഒരു പഴയ ഒരു ട്രാക്കിലേക്ക് ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേ നമ്മൾ അബുദാബി എയർപോർട്ടിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് അവസാനിപ്പിച്ച് ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പം നമ്മൾ ഇതേ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ ഏകദേശം ഒരു 4 മണി 4:30 ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ ഇരുന്നപ്പോൾ കുറച്ച് ഇതുപോലെ നമ്മുടെ ഗ്ലാസിൻ്റെ പോലെ കൂടെ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നുകൊണ്ട് സമയം കാര്യങ്ങളും പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ ലഗേജ് കയറ്റുക ഇറക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലൈറ്റില്ല, നമ്മുടെ ഫ്ലൈറ്റും എയർ അറേബ്യയാണ്. അപ്പോൾ ഇത് വേറെ എവിടെയൊക്കെ ഉള്ളത്, എനിക്കൊന്ന് കൊച്ചിയാണെന്ന് തോന്നുന്നു. അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുന്നെയാണ് കേട്ടോ ഈ ഫ്ലൈറ്റ്. അപ്പോൾ അതിൽ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തേക്കുള്ള എയർ അറേബ്യ ഫ്ലൈറ്റ് രാവിലെ 7 മണിയുടെ ഫ്ലൈറ്റിന് ഗേറ്റ് ഓപ്പണായി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആൾക്കാർ കുറച്ച് കുറവായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റിൽ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ വന്നവരുടെ നമ്മുടെ ക്യാബിൻ ബാഗിൽ ട്രോളി ബാഗ് ഉള്ളവരുടെ അവർ ലഗേജിൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ട് അവരുടെ കുറേ പേരുടെയൊക്കെ ട്രോളി ബാഗൊക്കെ അവർ സീൽ ചെയ്ത് ലഗേജിൻ്റെ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രോളി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. കാരണം ഫ്ലൈറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവർ കുറച്ചൊക്കെ ലഗേജിൻ്റെ കൂടെ വിടും. പിന്നെ നമ്മൾ നേരത്തെ വരണം, ലാസ്റ്റ് മിനിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രോളി നമ്മൾ തന്നെ ക്യാരി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ ഒരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ബിൽഡിങ് വന്നിട്ട് ആ ഒരു ഇത് കവർ ചെയ്തു. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ എടുക്കാനൊക്കെ പറ്റി. അപ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ട്രോളി ബാഗിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സമയമായി. അങ്ങനെ നമുക്ക് നേരെ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാം. നേരമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെളുത്തൊക്കെ വരുന്നേ ഉള്ളൂ. ഇവിടെ കുറേ നേരം വെളുക്കുകയോ ഒത്തിരി താമസിച്ചാണ് കേട്ടോ നേരെ ഇരുട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ ഫ്ലൈറ്റിൽ കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിലൊക്കെ കയറി അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ ഈ അഹമ്മദാബാദിലെ ആ ഒരു അപകടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴേ ഒരു പേടിയും കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൽ കയറാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കയറുക. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമെന്ന് ചിലർ പറയാറുണ്ട് കേട്ടോ. ഒരുപാട് നമ്മളിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കുമെന്ന് പറയാറുണ്ട്. അത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഇത് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഹമ്മദാബാദിലേക്ക് സംഭവം കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ ഫ്ലൈറ്റിൽ കയറുന്നത് ഭയങ്കര പേടിയായിരുന്നു. എന്തോ ഭയങ്കര ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായ ഒരു പേടി ഇങ്ങനെ കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടോ. നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫും കാര്യങ്ങളും ഒക്കെ നല്ല സേഫ് ആയിരുന്നു. ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ചെറിയ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷൻസ് ഒക്കെ ചെറുതാണെങ്കിലും നമുക്കുള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഫ്ലൈറ്റിൽ ചില സമയത്ത് നമുക്കറിയാം, ചില ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില മേഘങ്ങളിലൊക്കെ ഇടിക്കുമ്പോൾ നല്ല ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നല്ല സ്മൂത്തായിട്ട് ടേക്ക് ഓഫ് ഒക്കെ നടന്നിട്ട് പെട്ടെന്ന് ഫ്ലൈറ്റ് താഴേക്ക് ഇങ്ങനെ ഒരു കുഴിയിലേക്ക് പോകുന്ന പോലെ അങ്ങ് താഴ്ന്നു പോകുമായിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, ആൾക്കാരൊക്കെ നല്ലപോലെ പാനിക്കായി, എല്ലാവരുടെയും കണ്ണൊക്കെ തള്ളി ഫ്രണ്ടി വന്ന്, പ്രത്യേകിച്ച് എൻ്റേത്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയോ അവർ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ആ ഒരു പെട്ടെന്ന് നമ്മളൊരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒന്നാമത് നമ്മുടെ ആ ഒരു മനസ്സിൽ ആ ഒരു അഹമ്മദാബാദിലെ ഇൻസിഡൻറ്റും ഒക്കെ കിടക്കുന്നുണ്ടായിരിക്കും. നന്നായിട്ട് പേടിച്ചു. എൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ആ നേരം ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ല ഹൈ ലെവലിൽ പോയേനെ. അതുപോലെ നമ്മൾ ഒന്ന് പേടിച്ചു.
ഫ്ലൈറ്റിൽ കയറുമ്പോൾ സാധാരണയായിട്ട് ഇതുപോലെ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മുടെ സേഫ്റ്റി മെത്തേഡും കാര്യങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കിയും അല്ലെങ്കിൽ നമ്മൾ ഒരു ലേസി എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ലേസി ആയിട്ടിരിക്കും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു രീതി. പക്ഷേ എന്താണെന്നറിയില്ല, ഇത്തവണ ഞാൻ ശ്രദ്ധിച്ച് നോക്കി. കാരണം ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ ഒരു ഭയമാണെന്നറിയില്ല, എല്ലാവരും നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഞാനാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ മാനുവൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു നമ്മുടെ ഈ പ്രോസസ്സ് കാര്യങ്ങൾ, അതായത് എമർജൻസി വിൻഡോ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കി. കാരണം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ കുറച്ചൊന്ന് പേടിപ്പിച്ച ആ ഒരു ടേക്ക് ഓഫ്. അവിടെ വെച്ചിട്ട് വീഡിയോ ഓഫായി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈയൊക്കെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം അത് താത് അറ്റപ്പറ്റ താതെന്ന് പറയുന്ന ഒരു ലെവൽ വരെ എത്തി. പിന്നെ അത് ഒന്ന് ഫ്ലൈ ചെയ്ത് ഒരു ലെവലിൽ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ ശ്വാസം തേരെ വേണം. അതുവരെ എന്തോ ഒരു പേടി ഇങ്ങനെ നല്ലതായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് നോർമലി ഉണ്ടാകുന്ന ചില കുലുക്കവും കുടുക്കവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രശ്നം വന്നത് ലാൻഡിങ്ങിന് സമയത്തായിരുന്നു കേട്ടോ. അതുവരെ നമുക്ക് നല്ലതായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇരുന്ന ഒരു സ്ഥലത്ത്. അതുകൊണ്ട് നമ്മൾ ഷട്ടറൊക്കെ ഇട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഫുഡ് വന്നു. ഫുഡും ദോഷം പറയരുതല്ലോ, നല്ല അലമ്പായിരുന്നു. കാരണം ഒട്ടും എന്തോ ഒരു കട്ടിയുള്ളൊരു ബ്രെഡിനകത്ത് നമ്മുടെ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനമായിരുന്നു കിട്ടിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. തലേദിവസം രാത്രി 1 മണിക്കൊക്കെ ഇറങ്ങിയത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒന്ന് കഴിച്ചിട്ട് ബാക്കി ഫുൾ എനിക്കൊന്നൊരു 1/4 ഭാഗത്തോളം ആ ഒരു ഫുഡ് വേസ്റ്റായി പോയി. അപ്പോൾ നമ്മൾ വെളിയിലേക്കൊക്കെ ഈ ടെൻഷൻ ഇടയിലൊക്കെ കൂടെയൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി മഴവില്ല് കാണാമായിരുന്നു. അത് ഈ ഒരു ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. റിയലായിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി ആ ഒരു റെയിൻബോ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ദൂരെയായിട്ട് നമ്മുടെ കടലും കരയും കൂടെ ചേരുന്ന ആ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒരു ലൈൻ പോലെ കാണുന്നില്ലേ, അത് നമ്മുടെ കരയാണ് കേട്ടോ. നമ്മളങ്ങനെ ബാക്ക് ടു ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ വെച്ചത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം ഈ ഒരു ഭാഗം അവിടെ ഒരു പുഴ, ഏത് റിവറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അത് വന്ന് കടലിലേക്ക്, അതായത് നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന ഏതോ ഒരു പുഴ അത് വന്ന് കടലിലേക്ക് ചേരുന്ന ഒരു ഭാഗം അത് കാണായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സീനൊക്കെ കാണുന്നത്. അത് കണ്ടപ്പോൾ നല്ലൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം വന്നപ്പോൾ മഴവിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ തീരങ്ങളിലേക്ക് കയറുകയാണ്. താഴെ ഇങ്ങനെ തിരമാല അടിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലെന്നായിരുന്നു തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മേഘാവൃതമായ അന്തരീക്ഷമൊക്കെ ആയിരുന്നു. അടുത്ത പേടിപ്പിച്ചൊരു സംഭവം ഇതായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി കരയിലേക്ക് എത്തി. ആ സമയത്ത് എന്തോ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, എന്തോ ഒരു വെതർ ഇഷ്യൂ കാരണം നമുക്ക് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്തോ പറ്റുന്നില്ല. അവരത് നമ്മുടെ നോളജ് വെച്ചിട്ട് നമ്മൾ മനസ്സിലായി ലാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു ക്ലൈമറ്റ് ഇഷ്യൂ ഉണ്ട്. പിന്നെ നേരെ തിരിച്ച് വീണ്ടും കടലിലേക്ക് പോയി കുറച്ച് റൗണ്ടൊക്കെ നല്ലപോലെ വട്ടം കറങ്ങിയതിന് ശേഷമാണ് വീണ്ടും കരയിലേക്ക് വന്നത്. ആ സമയത്തും അസ് യൂഷ്വൽ നമുക്ക് ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം താമസിക്കാതെ നമ്മൾ കരയിലേക്ക് വന്നു. ആദ്യം ഒരു മൂടൽ മഞ്ഞ് പോലെ നമുക്ക് അതിനകത്തിരുന്നപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറി നമ്മൾ നേരെ വിഴിഞ്ഞത്തേക്കാണ് കേട്ടോ വന്നത്. വിഴിഞ്ഞം പോർട്ട് ആദ്യമായിട്ട് ഞാൻ ആകാശ ദൃശ്യത്തിലാണ് കാണുന്നത്. വിഴിഞ്ഞം പോർട്ട്
അപ്പോൾ അതേ അവിടെ കാണുന്നതാണ് കേട്ടോ വിഴിഞ്ഞം. ദേ ആ ഒരു കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടില്ലേ, അതാണ് വിഴിഞ്ഞം. ബാക്കി നമ്മുടെ ബീച്ച് കാണുന്നതെല്ലാം കോവളമാണ് കേട്ടോ. സത്യം പറഞ്ഞ ഈ ഫ്ലൈറ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു കേട്ടോ എനിക്ക് ശ്വാസം ഒന്നേറി വേണം. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഒരു മിസ്സിങ്ങും വല്ലാത്ത ഒരുതരം സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുതരം എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഒന്ന് ലാൻഡ് ചെയ്ത് ഇതിനകത്തൊന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെ എന്തായാലും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ നമ്മൾ സേഫായിട്ട് നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്തു. سيداتي وسادتي، لقد هبطنا بقاء جالسين في مقاعدكم مع ترك أحزمة المقاعد مربوطة حتى تتوقف الطائرة نهائيا وتنطفئ إشارة ربط الأحزمة. قبل مغادرة الطائرة يرجى أخذ جميع أمتعتكم الشخصية، كما يرجى أخذ الحذر عند فتح الخزانات العلوية نظرا لتحرك الأمتعة طوال الرحلة. شاكرين اختياركم العربي للطيران، ونتمنى لكم طيب الإقامة وإلى اللقاء. Ladies and gentlemen, we have just landed, and for your own safety, please remain seated with your seatbelt fastened until the aircraft has come to a complete stop. On leaving the aircraft, please check around your seat for any personal belongings. Take extra care when opening the overhead storage, as articles may have moved during the flight. We wish you a pleasant stay, and we look forward to seeing you on board Air Arabia again. आपकी सुरक्षा के लिए आपसे निवेदन है कि कृपया अपने कुर्सी पर बैठे रहें और कुर्सी की पेटी बांधे रखें। जब तक कुर्सी की पेटी बंधन से निकलते समय कृपया अपनी सीट पॉकेट और ऊपर बने सामान कक्ष की जांच कर लें।
അങ്ങനെ നമ്മൾ കുറച്ച് ഒരു 10-15-20 മിനിറ്റോളം ലേറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സേഫായിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇവിടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറച്ച് ചെക്കിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കുറേ സമയം എടുക്കാറുണ്ട്. നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്തൊക്കെ പുറത്തിറക്കാറുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അബുദാബിയിലും വലിയ ചെക്കിംഗ് ഒന്നും അവർ പേരിട്ടൊരു ചെക്കിംഗ് ഒക്കെ നടത്തി വിടുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ കസ്റ്റംസിൻ്റെ ഒക്കെ ഗൾഫിൽ നിന്ന് വരുന്ന എനിക്കറിയാം, അങ്ങോട്ട് പോകുമ്പോൾ അത്ര വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്നവരെ നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അരിച്ചു പറക്കി തന്നെ കസ്റ്റംസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മൾ ഇനി താഴെ ഇത് എസ്കലേറ്റർ വഴി താഴേക്ക് ചെന്നിട്ട് അവിടെ എമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ തോളിൽ കിടക്കുന്ന 10 കിലോ ഭാരം നല്ല രീതിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര സ്പീഡിൽ ഓടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഓടി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. 2 സെക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് ഒരു സെക്ഷനും ഫോറിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേറെയാണ് കേട്ടോ. അപ്പോൾ നേരെ ഫ്രണ്ടിൽ ഇമിഗ്രേഷൻ കൗണ്ടറാണ്. അവിടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കസ്റ്റംസിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തായിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റംസിൻ്റെ ചെക്കിങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം. അപ്പോൾ അതായത് അവിടെ ഒരു ട്രേ ഉണ്ട്. ആ ട്രേക്കകത്ത് നമ്മുടെ സകല സാമഗ്രികളും വെക്കണം. മൊബൈൽ, ലാപ്ടോപ്പ്, നമ്മുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. വാച്ച്, ബെൽറ്റ്, സകല സാധനങ്ങളും അവിടെ ഊരിക്കൊടുക്കണം. അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് തരും. അപ്പോൾ അവിടെ ഒരു പെങ്കൊച്ച് എന്തോ ഫോണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലിൽ എന്തോ ഇഷ്യൂ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെക്കിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അവിടെ കൊച്ചിനെ ഇങ്ങനെ പിടിച്ച് നിർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ബില്ലിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിനെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ എന്തോ സാധനം പിടിച്ചത് അവിടെ നിന്ന് പെട്ടി തുറന്നേ ഫോണാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് അവിടെ ലഗേജ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതുപോലൊരു ബെൽറ്റിൽ നമ്മളിങ്ങനെ കറങ്ങി നമ്മുടെ ലഗേജ് വരും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കിയെടുക്കുക. കാരണം നമ്മുടെ പെട്ടി പോലുള്ള ഇഷ്ടംപോലെ പെട്ടി ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇത്തവണ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ബോക്സും വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറേ ലേറ്റ് ആയിട്ടാണ് വന്നത്. അവിടെ അതുപോലെ തന്നെ ആയിരുന്നു അങ്ങോട്ട് പോയപ്പോഴും. എപ്പോഴും നമ്മുടെ പെട്ടി ലാസ്റ്റ് ആയി വരത്തുള്ളൂ. ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി വയ്ക്കുന്നുണ്ട്. നമ്മുടെ പെട്ടി പോലെ ഓടുള്ള ഒരുപാട് പെട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പെട്ടി മാത്രം വരില്ല. നമുക്ക് മൊത്തം 6 പെട്ടി ഇനി കിട്ടാറുണ്ട്. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എവിടെ നിന്ന് പോരാൻ പറ്റും. ഒരു പെട്ടി വന്നിട്ട് പിന്നെയും കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ നമുക്ക് മറ്റു പെട്ടികളൊക്കെ വന്നത്. അപ്പം ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെയും നമുക്ക് ചിലവായി. തലേദിവസം 1 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനും കുറേ മുമ്പ് 8-8:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല. ഫ്ലൈറ്റ് വെച്ച് കിട്ടിയത് പറഞ്ഞല്ലോ. ആസ് യൂഷ്വൽ നമുക്ക് വായി വെക്കാൻ കൊള്ളാത്തൊരു രീതിയായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ അധികം കഴിക്കാൻ നിന്നില്ല. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:45-2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങുക ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പം അമ്മയും സച്ചുമൊക്കെ വന്ന് പുറത്ത് നിൽപ്പുണ്ടെന്ന് നമ്മൾ മെസ്സേജ് അയച്ചിരുന്നു ഇവിടെ വന്നു എന്ന്. അപ്പോൾ അവർ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പെട്ടികളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നേരെ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വിടുക.
അങ്ങനെ നമ്മുടെ ഒത്തിരി സാധനങ്ങളും പെട്ടികളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിലോട്ട് നമ്മളൊരു ടാക്സി വിളിച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിൽ കയറി നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ അവിടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരെ ഇനി കൊല്ലത്ത് നമ്മുടെ വീട്ടിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി പുറകെ ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി തിരിച്ചു പോകുന്നുണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈക്ക് അടുത്ത വീഡിയോകളിലായിട്ട് തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കാതിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.